പ്രിയമുള്ളവരെ, വൽതകും മിൻകും യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം, ഒരു സുന്നിയുടെ ദൗത്യം ഇതാണ്. നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ നിരോധിക്കാനുള്ള ഉപദേശം നടത്തുകയാണ് വേണ്ടത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അർത്ഥവും. വൽതകും മിൻകും ഉമ്മത്തുൻ, അങ്ങനത്തെ ഒരു സമുദായം ഉണ്ടാകണം, അങ്ങനത്തെ സമുദായം ആയിരിക്കണം. അല്ലാതെ ഒരു മുഷാവറ കഴിഞ്ഞേക്ക് പത്രക്കാരെ വരും എന്ന് പറഞ്ഞ്, ഇത് സത്യത്തിൽ എ പിക്കാർ പോലും ചെയ്യുന്നില്ല. എ പിക്കാർ ഭയങ്കര കട്ടണ്ടറിയായിട്ട് അവരുടെ പണികളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ അവർ പോലും ചെയ്യുന്നില്ല. മുഷാവറ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പത്രക്കാരെ വിളിക്കുക. എന്താണ് ഇതിലൊക്കെ നന്മയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ അതിലിങ്ങനെ കാട്ടിയിട്ട് നമ്മൾ മുഷാവറയിലുള്ള തീരുമാനം ഇവിടുത്തെ കേരളീയ സമൂഹത്തിനോ അല്ലെങ്കിൽ വേറുള്ള സമൂഹത്തിനോ നിങ്ങളുടെ മുഷാവറയുടെ വിവരങ്ങൾ അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറഞ്ഞ ഒരു 28% മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളിൽ തന്നെയും കുറച്ച് ആളുകൾ ഈ മലബാറിലുണ്ട്. അവർക്ക് മാത്രമായി ഉള്ളതല്ലേ നിങ്ങളത്? അപ്പോൾ ഈ മുഷാവറ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ പത്രക്കാരെ വിളിച്ച് പറയേണ്ടതുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മളവിടെ നമ്മളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുക. ഫോട്ടോ എടുക്കാത്ത വലിയ സമ്മേളനം നടത്തുന്ന ആളുകളുണ്ട് ഇന്നും. ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഈ സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്. മുഷാവറ കൂടെ പത്രക്കാരെ വിളിച്ച എന്നിട്ട് മുസ്തഫൽ ഫൈസിനെ എടുത്തില്ല, ബാക്കി 4 ആളെ 5 ആളെ 6 ആളെ എടുത്തു. ഇങ്ങനെയൊക്കെ പോയാൽ ഇത് ദീനിൽ എന്ത് ഗുണം? നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാ മദ്രസകളുടെ മുമ്പിലും ഈ SIRന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കുക. എന്നിട്ട് അത് എങ്ങനെ പൂരിപ്പിച്ച് നൽകണം എന്ന് ആദ്യം നമ്മൾ ഇവിടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു സമസ്തക്കാരെ. എന്നിട്ടല്ലേ ഒമാനിലുള്ള സമ്മേളനം, എന്നിട്ടല്ലേ ബഹ്റൈനിലുള്ള സമ്മേളനം, എന്നിട്ടല്ലേ നിങ്ങളുടെ പാദത്തിലൂടെയുള്ള നടത്തം. എങ്ങോട്ടാണ് സമസ്തക്കാരെ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് തീരെ ഒരു ചിന്താശക്തിയില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്.